ഇന്ത്യ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് നിൽക്കുന്നത്. കാരണം ചൈന ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ എന്നൊരു സംശയം പ്രതിരോധ മന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ ഇന്ത്യ ആർമിക്കും അതോടൊപ്പം തന്നെ കര നാവിക വ്യോമ സേനാംഗങ്ങൾക്കും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഓരോ പ്രവൃത്തിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കം ഇങ്ങനെ കാതോർത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിർത്തിയിൽ 11 ചൈനീസ് stealth പോർ വിമാനങ്ങൾ ഇന്ത്യയെ ലക്ഷ്യമാക്കി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ പോർ വിമാനങ്ങൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഈ വിന്യാസത്തിന് മറുപടി നൽകാൻ രാജ്യം ഇനിയുമേറെ വർഷം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൈനീസ് വിമാനങ്ങളുടെ ഉപഗ്രഹ ചിത്രം പുറത്ത് വന്നതായും റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നുണ്ട്. NDTV പുറത്തുവിട്ട എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇന്തോ ചൈന അതിർത്തിയിലെ വിമാനത്താവളങ്ങളിൽ 5ാം തലമുറയിൽപ്പെട്ട J-20 മെറ്റി ഡ്രാഗൺ പോർ വിമാനങ്ങളുടെ സാന്നിധ്യമാണ് ചൈന വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ലഡാക്കിലേക്കും അരുണാചൽ പ്രദേശിലേക്കും അതിർത്തി മേഖലയ്ക്ക് സമീപമാണ് ഈ പോർ വിമാനങ്ങൾ നില ഉറപ്പിച്ചതെന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ വ്യക്തമാകുന്നത്. റഡാറുകളെയെല്ലാം ഭേദിച്ചും കബളിപ്പിച്ചും ആക്രമണം നടത്താൻ ശേഷിയുള്ളവയാണ് stealth വിമാനങ്ങൾ. ലഡാക്കിലെ ലേയിൽ നിന്ന് 359 കിലോമീറ്റർ അകലെയുള്ള വ്യോമത്താവളങ്ങളിൽ 7 J-20 വിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ നിന്നും 344 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വ്യോമത്താവളങ്ങളിൽ 4 J-20 വിമാനങ്ങൾ നിലയുറപ്പിച്ചതായാണ് റിപ്പോർട്ട്. ഈ 5ാം തലമുറ വിമാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ചൈനീസ് വ്യോമസേന സജീവമാക്കിയെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് അവർക്ക് വെറും ഒരു സാധാരണ നടപടിയായി മാറിയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഈ J-20 വിമാനങ്ങൾ ഇന്ത്യൻ കരുത്തിന് വെല്ലുവിളിയാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ പോർ വിമാനങ്ങളായ ഫ്രഞ്ച് അതോടൊപ്പം തന്നെ നിർമ്മിത റഫാൽ, റഷ്യൻ സുഖോയ് എന്നിവ മികച്ച 4.5 തലമുറ വിമാനങ്ങളാണെങ്കിലും stealth സാങ്കേതിക വിദ്യ ഇല്ലാത്തവയാണ്. അതേസമയം തന്നെ ഇന്ത്യ stealth പോർ വിമാന പദ്ധതിയുടെ പണിപ്പുരയിലാണെന്നതും ഏറെ ശ്രദ്ധേയമാണ്. പോർ വിമാന നിർമ്മാണ പദ്ധതിയായ AMCA പൂർണ്ണമായി സജ്ജീകരിക്കാൻ ഒരു പതിറ്റാണ്ടെങ്കിലും സമയം എടുത്തേക്കുമെന്നാണ് സൂചന. ഇന്ത്യ നിലവിൽ 36 റഫാൽ വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. നാവികസേനയ്ക്കായി 26 റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിന് പുറമെ വ്യോമസേനയ്ക്കായി 114 സാങ്കേതിക അല്ലെങ്കിൽ 114 അധിക പോർ വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ചർച്ചകളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 120 മുതൽ 125 വരെ J-20 വിമാനങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുള്ള രാജ്യമാണ് ചൈന. 2019 50 വിമാനങ്ങൾ മാത്രമുണ്ടായിരുന്ന ചൈനീസ് വ്യോമസേനയിൽ നിലവിൽ 300 മുതൽ 500 വരെ J-20 വിമാനങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലഡാക്കിലെ ദൗലത് ബഗ് ഓഡിയയിൽ നിന്നും ഏകദേശം 245 കിലോമീറ്റർ അകലെയുള്ള ഈ താവളത്തിലാണ് 7J-20 വിമാനങ്ങൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. അരുണാചൽ പ്രദേശിലെ തവാങ്ങിന് വടക്ക് പടിഞ്ഞാറായി 344 കിലോമീറ്റർ അകലെയുള്ള ഈ താവളത്തിൽ 4 യുദ്ധവിമാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചൈനയുടെ ഏറ്റവും ആധുനികമായ 5ാം തലമുറ യുദ്ധവിമാനങ്ങളാണ് J-20. റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് പറക്കാനുള്ള ഇവയുടെ stealth ശേഷി പ്രതിരോധ രംഗത്ത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. എന്തായാലും ഇന്ത്യ ഒരു കണ്ണു നട്ട് ഇന്ത്യ ചൈന അതിർത്തിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും ചൈന ഒരു ആക്രമണം ഇന്ത്യയിലേക്ക് നടത്താനുള്ള ഒരു സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു, പാറ്റ പ്രവർത്തകരടക്കം. അപ്പോൾ ആ രീതിയിലേക്ക് നുഴഞ്ഞു കയറി ഒരു ആക്രമണം നടത്താനുള്ള ശ്രമമായിരിക്കണം ചൈന ഇപ്പോൾ അവിടെ യുദ്ധവിമാനങ്ങളടക്കം നിലയുറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ.